അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം. അമ്മാ ബഅദ്. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതം അവൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ സലാമത്തുകളും ഹിമായത്തുകളും വർഷിക്കുവാൻ കാരണമാക്കി തീർക്കുമാറാകട്ടെ. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പൊരുത്തത്തിനുള്ള ദിവസമാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധമായ ബലിപെരുന്നാൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, ഏകദേശം 18, 19, 20 ദിവസം കഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളിലേക്ക് വിശുദ്ധമായ ബലിപെരുന്നാൾ സമാഗതമാകുകയാണ്. ഈ ബലിപെരുന്നാളിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും ശ്രേഷ്ഠകരമായ ശക്തിവത്തായ സുന്നത്തുമായ ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്ന മഹത്തായ ബലികർമ്മം. ഈ സമയം എല്ലാ കഴിവുള്ളവരും ബലിമൃഗങ്ങളെ വാങ്ങുകയും അതിനെ അവരവരുടെ വീടുകളിൽ തന്നെ പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ കഴിവുള്ളവർ, സാമ്പത്തികമായി കഴിവുള്ളവർ കഴിയുമെങ്കിൽ ഒരു ആടിനെയോ മാടിനെയോ വാങ്ങി അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനമായ കാര്യമാണ്. കഴിയുമെങ്കിൽ, സാമ്പത്തികമായി ഭദ്രതയുണ്ട് എങ്കിൽ ഒരു ആട് വാങ്ങി അറുത്തു കൊടുക്കുക. ഇനി കഴിയുമെങ്കിൽ ഒരു മാട് വാങ്ങി അറുത്തു കൊടുക്കുക. മാട് വാങ്ങാൻ നമുക്ക് കാശ് കുറവാണെങ്കിൽ നമ്മൾ പങ്കാളികളായിക്കൊണ്ട് 7 പേരോളം പങ്കാളികളായിക്കൊണ്ട് ഒരു മാടിനെ വാങ്ങി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുത്തു കൊടുക്കുക എന്നുള്ളത് വലിയ ശക്തിവത്തായ സുന്നത്തായ കാര്യമാണ്. കാരണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോടുള്ള നന്ദി പ്രകടനമാണ്. ഈ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് ആരോഗ്യം, അതുപോലെ തന്നെ സമ്പത്ത്, അതുപോലെ തന്നെ മറ്റ് സൗഭാഗ്യങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാനും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതിരിക്കുവാനും വേണ്ടി നാം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. വല ഇൻ ശക്കർത്തും ല അസീദന്നക്കും വല ഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നാം ചെയ്ത അനുഗ്രഹങ്ങളോട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ നാം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഞാൻ അതിന് വർധനവുണ്ടാക്കി തരും. വല ഇൻ ശക്കർത്തും ല അസീദന്നക്കും വല ഇൻ കഫർത്തും. ഇനി നിങ്ങൾ നാം ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നന്ദി കേടാണ് കാണിക്കുന്നത് എങ്കിൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് ഇത്തരം ഉളുഹിയ പോലെ, സദക്ക പോലെ, സക്കാത്ത് പോലെയുള്ള ദാനധർമ്മങ്ങൾ ചെയ്യാതെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബില ഷദീദ്, എൻ്റെ ശിക്ഷ അതികഠിന കഠോരമായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും അത് നമുക്ക് മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടണം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അള്ളാഹു ആരോഗ്യം തന്നു. എത്രയോ അനാരോഗ്യമായി പല രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കണം, അള്ളാഹുവെ ഇത്തരം രോഗങ്ങൾ എനിക്ക് നൽകിയില്ലല്ലോ. അള്ളാഹുവെ ലക്ക ഹംദ് ലക്കൽ ശുക്ർ. അള്ളാഹുവെ നിനക്ക് നന്ദിയാണ്, അതിൻ്റെ നന്ദിയായിട്ട് ഞാൻ ഒരു ഉളുഹിയ അറുത്തു കൊടുക്കുന്നു.
അല്ലെങ്കിൽ സാമ്പത്തികമായി എത്രയോ ദാരിദ്ര്യാവസ്ഥയിൽ ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ പ്രയാസപ്പെടുന്ന വ്യക്തികൾ നമുക്കറിയാം. ഓരോ ദൈനംദിന ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അപ്പോൾ അള്ളാഹു നമുക്ക് സാമ്പത്തിക ഭദ്രത തന്നു. അതിൻ്റെ ശുക്ർ, അതിൻ്റെ നന്ദി എന്നുള്ള നിലയിൽ നാം എന്ത് ചെയ്യണം? നാം ഉളുഹിയ അറുത്തു കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരും സാമ്പത്തികമായി കഴിവുള്ളവർ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിയത്ത് ചെയ്തുകൊണ്ട് ഉളുഹിയ, വലിയ പെരുന്നാൾ, ആ ദിവസത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഉളുഹിയ കർമ്മം എന്നുള്ളത്. എല്ലാവരും അതിൽ പങ്കാളികളാകണം. നമ്മൾ ഗ്രൂപ്പായി തുടങ്ങിയിരിക്കുന്ന ജമാഅത്തുകൾ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പായി ചെയ്യുന്ന ഉളുഹിയ കർമ്മങ്ങളുണ്ട്. അതിൽ പങ്കാളികളാകണം. അല്ലാത്തവർ സ്വന്തം വീടുകളിൽ ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യുക. ഏതായാലും നിങ്ങൾ അത് അറുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദിയാണ്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മരണാനന്തരം ഓരോ മനുഷ്യരെയും അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ നാം അറുത്തു കൊടുക്കുന്ന ബലിമൃഗത്തെ അള്ളാഹു തആല നമ്മുടെ ഖബറിൽ നിന്നും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ നാം അറുത്തു കൊടുത്ത ആ ബലിമൃഗത്തെ അണിയിച്ചൊരുക്കി ഒരു സുന്ദരമായ മൃഗമാക്കി അതിൻ്റെ പുറത്ത് ഏറിയിട്ടായിരിക്കും നാം നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറയിലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എത്തിപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും മഹ്ശറയിൽ നിന്നും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവർ വ്യത്യസ്തമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് നടന്നും ഇഴഞ്ഞും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മഹ്ശറയിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ഈ ദുനിയാവിൽ വെച്ച് ബലിമൃഗങ്ങളെ അറുത്തു കൊടുത്തവർ ആ മൃഗങ്ങളുടെ പുറത്തിൽ ഏറിക്കൊണ്ട് നാളെ ദ്രുതഗതിയിൽ എത്രയും വേഗം സ്പീഡിന് മഹ്ശറയിൽ എത്തിപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രവുമല്ല, നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം അറുത്തു കൊടുക്കുന്ന ഓരോ മൃഗത്തിൻ്റെയും രോമത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകപ്പെടുന്നത്. അതിൻ്റെ ഒരു ബലിമൃഗത്തെ നമ്മൾ അറുത്തു കൊടുക്കുമ്പോൾ അതിനെ അറക്കുന്ന സന്ദർഭത്തിൽ ഒരു തുള്ളി ചോര ഭൂമിയിലേക്ക് വീഴുമ്പോൾ തന്നെ ആ അറുത്തു കൊടുക്കുന്നവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയും പിന്നീട് അതിൻ്റെ ഓരോ രോമങ്ങൾക്കും, തോലും, അതിൻ്റെ മജ്ജയും മാംസവും എല്ലും ഒക്കെ അതിനുസൃതമായ പ്രതിഫലം അള്ളാഹു വണ്ണത്തിൽ അവിടെ പരലോകത്ത് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസികളും ഇൻഷാ അല്ലാഹ് ആ അനുഗ്രഹീതമായ ആ വലിയ നാൾ നടക്കുന്ന ഉളുഹിയ കർമ്മത്തിൽ പങ്കാളികളാവാൻ വേണ്ടി പരിശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നാം ശുക്റുള്ളവരായി തീരുക, നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാ, അവിടുത്തെ അവസാനത്തെ ഹജ്ജിൻ്റെ ആ കർമ്മത്തിൽ 100-ൽ പരം മൃഗങ്ങളെ ആ സംഗമത്തിലേക്ക്, ആ അറഫാ മൈതാനത്തിലേക്ക് ആ ഹജ്ജിൻ്റെ വേളയിൽ പ്രവാചകൻ കൊണ്ടുപോകുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ആ കരങ്ങൾ കൊണ്ട് 63ഓളം ബലിമൃഗങ്ങളെ പ്രവാചകൻ അറുത്തു കൊടുത്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 63 എന്നത് പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ആയുസ്സായിരുന്നു, പ്രവാചകൻ്റെ വയസ്സായിരുന്നു. 63-ാം വയസ്സിലാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അപ്പോൾ ആ അവസാനം പ്രവാചകൻ 63 വയസ്സുള്ള സമയത്ത് പ്രവാചകൻ 63 മൃഗങ്ങളെ അറുത്തു കൊടുത്തു. അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ പ്രായത്തിനനുസരിച്ച് കൊണ്ട് നാം ഓരോ വർഷവും അതിനെ ഉളുഹിയത്തിനെ അധികരിപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമുക്ക് 50 വയസ്സായിട്ടുണ്ട് എങ്കിൽ 50 മൃഗങ്ങളെ ഓരോ വർഷങ്ങളിൽ ഓരോ ഉളുഹിയയുടെ സമയത്ത് 1ഉം 2ഉം ഒക്കെ ഷെയർ ചേർന്നുകൊണ്ട് അതിനെ നാം വയസ്സ് ഒപ്പിച്ചുകൊണ്ട്, നമ്മളുടെ പ്രായം ഒപ്പിച്ചുകൊണ്ട് ഉളുഹിയ അറുത്തു കൊടുക്കുക എന്നുള്ളത് വളരെ മഹത്തായ കാര്യമാണ്. അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉണർത്തുന്നു, കഴിവിൻ്റെ പരമാവധി സാമ്പത്തിക ഭദ്രതയുള്ളവർ ഒരു മൃഗത്തെ വാങ്ങി അറുത്തു കൊടുക്കുക. ഇനി സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്നവരാണ് എങ്കിൽ 7 പേര് ചേർന്ന് അതിലൊരു ഷെയറെങ്കിലും വഹിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉളുഹിയ എന്ന മഹത്തായ ആ കർമ്മത്തിൽ പങ്കാളികളാകണം എന്ന് ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ ദിവസങ്ങളിൽ പുണ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുവാനും
അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പൊരുത്തത്തിന് ഈ ലോകത്ത് ജീവിച്ച് അവസാനമായി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി മരണപ്പെടുവാൻ അള്ളാഹു നാം ഏവർക്കും അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. രോഗങ്ങൾ കിടക്കുന്നവർക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഊസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.